അരിക്കൊമ്പനും കുഞ്ഞിക്കിളിയും വാസുദേവ് നന്ദൻ ശർമ്മയുടെ പുസ്തകമാണ്. ഇതിൻ്റെ പ്രകാശന ചടങ്ങിന് സെൻട്രൽ സ്കൂൾ കോഴിക്കോട് ഞാൻ പോയിരുന്നു. ഇതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ABV കാവിൽപ്പാടാണ്. നമുക്ക് കാണാം. വാസുദേവ് നന്ദൻ ശർമ്മയെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ 3 ഭാഷകളിൽ ഇറക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത് നമ്മുടെ സരോവരം ബുക്സ് കോഴിക്കോടാണ്. നല്ല പുസ്തകം തന്നെയാണ്. വാസുദേവ് നന്ദൻ ശർമ്മ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചിത്രരചനയിലും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിസൈനിങ്ങിലും വ്ളോഗിങ്ങിലും താല്പര്യമുണ്ട്. വസൂസ് വേൾഡ് വീഡിയോ എന്ന യൂട്യൂബ് ചാനലിൽ കഥകളും പാട്ടുകളും യാത്രാനുഭവങ്ങളും അവതരിപ്പിക്കാറുണ്ട്. പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ചിത്രങ്ങൾ വാസുദേവ് വരച്ചതും മറ്റ് ചിലത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് വാസുദേവ് കോർത്തിണക്കിയതുമാണ്. കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയം ഹെഡ്മാസ്റ്റർ ശ്രീ കിരൺജിത്ത് യു ശർമ്മയുടെയും മുതുവടത്തൂർ VVLP സ്കൂൾ അധ്യാപിക ശ്രീമതി അഞ്ജു കൃഷ്ണയുടെയും മകനാണ് വാസുദേവ് നന്ദൻ ശർമ്മ. നേരിൽ കാണാനും സംസാരിക്കാനും കുട്ടികളോടൊപ്പം സംവദിക്കാനും ഒക്കെ അവസരം കിട്ടിയ ഒന്നായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾ നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള നാദ് മരിച്ചുപോയി. ഇത് അരിക്കൊമ്പൻ്റെ കഷ്ടതകളെക്കുറിച്ച് സംസാരിച്ചതാണ്. അരിക്കൊമ്പനെ പിടികൂടിയതും വേദന ഏറ്റെടുത്തതും അങ്ങനെ തൻ്റേതായ രീതിയിൽ അരിക്കൊമ്പനും കുഞ്ഞിക്കിളിയും തമ്മിൽ ഉള്ള സൗഹാർദ്ദത്തെ വളരെ മനോഹരമായിട്ട് തന്നെ എന്തായിട്ടുണ്ട് ചിത്രീകരിക്കപ്പെട്ട പുസ്തകമാണ്. അപ്പം അരിക്കൊമ്പനെ കൂട്ടിലാക്കി കൊണ്ടുപോകുന്ന ചിത്രം ഇതിലുണ്ട്. ഇതെല്ലാം വരച്ചിരിക്കുന്നതും നമ്മുടെ വാസുദേവ് ആണ്. ഇതിൽ ചിലതെല്ലാം പറഞ്ഞല്ലോ മറ്റു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് ഫോട്ടോഷോപ്പ് ചെയ്ത് ഒരുക്കിയിട്ടുള്ളതുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നന്ദുവിൻ്റെ സാഹിത്യപരമായിട്ടുള്ള കഴിവിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമായി കുട്ടികൾക്ക് വായിക്കാവുന്ന രീതിയിൽ എഴുതുകയും വലിയവർക്ക് വലിയ സന്ദേശം നൽകുകയും പകരുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് അരിക്കൊമ്പനും കുഞ്ഞിക്കിളിയും. 3 ഭാഷകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഇത് കോപ്പികൾ വാങ്ങി വയ്ക്കുന്നത് നല്ലതാവും. ഇവിടെ വളരെ രസകരമായി ഇതിൻ്റെ അവസാനത്തെ ചിത്രീകരിക്കാൻ നന്ദു പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞ് ആനക്കൂട്ടം ഉൾവനത്തിലേക്ക് വലിഞ്ഞുപോയി. അവർ കൂട്ടായി ഒരു പ്രതിജ്ഞ ചെയ്തു, ഇനി മനുഷ്യരടുത്തേക്ക് പോകുന്ന പ്രശ്നമേയില്ല. വനദേവി അനുഗ്രഹിച്ചു തന്ന സമ്പത്ത് കൊണ്ട് ആശ്വസിച്ചു കഴിയാം. അങ്ങനെ കുറേ കാലം ആനക്കൂട്ടവും കുഞ്ഞിക്കിളിയും കുരങ്ങന്മാരും പരസ്പരം സ്നേഹിച്ചവിടെ ജീവിച്ചു. അതായത് കവിതയിൽ നല്ലൊരു സന്ദേശമാണ്. പാരിസ്ഥിതിക സൗഹൃദം നിലനിർത്തണം. അവനവൻ്റെ ബൗണ്ടറികൾ ആരും തന്നെ കടന്നു പോകരുതെന്നും എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഇതാണെന്നും ഭൂമിയിൽ ജനിക്കപ്പെട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പരസ്പരം
സൗഹൃദവും സ്നേഹത്തോടും കൂടി ജീവിക്കണം, വസുദൈവ കുടുംബകം എന്നൊരു സന്ദേശം ഈ അരിക്കൊമ്പനും കുഞ്ഞിക്കിളിയും വാസുദേവനന്ദൻ വർമ്മയുടെ ഈ പുസ്തകം, അതായത് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദി വേർഷനുണ്ട്. എല്ലാം ഇതേ ബൗണ്ടിൻ ഇതിനെയാണ്, അതേപോലെ തന്നെയാണ് പിന്നെ പുസ്തകത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, ബൈൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമസ്കാരം.